ഹായ് ഹലോ, നമ്മുടെ ഷോപ്പിൽ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റാമ്പിൽ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഈ സൈലൻസറിനായിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, അത് ഷോ പീസായിട്ടാണ് വെച്ചിട്ടുള്ളത്, അതായത് ഡബിൾ സൈലൻസർ അല്ല. അപ്പോൾ നമ്മളിതിൽ എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ബെൽ ഡ്രൈവ് എം ടെക്നിക്സിൻ്റെ. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പ് ബെൽ ഡ്രൈവാണ് കേട്ടോ. ഇത് ഡബിൾ ഡിസ്ക്കാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെൽ ഡ്രൈവാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ്, അങ്ങനെയാണ് ഡബിൾ ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഹൈ പെർഫോമൻസ് ഫൈനൽ ഡ്രൈവ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ വാറണ്ടി പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട് കണ്ടോ. ഇതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇനി ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാണ് നമ്മുടെ ബെൽറ്റ്, ഗേറ്റ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ബെൽറ്റാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു ബെൽറ്റ്, ഇതങ്ങനെ ബ്രേക്ക് ആവുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഡിസ്ക്, ഫ്രണ്ട് സ്പോക്കറ്റ് പൗഡർ കോട്ടഡ് ആണ് കേട്ടോ. ഇത് റിയൽ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 15,950 കേട്ടോ. ഇതിൽ MRP വരുന്നുണ്ട് കണ്ടോ. 15,950 ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫിറ്റിംഗ് ചാർജ് അഡീഷണൽ ആയിട്ടൊരു 1,500 ആ റേഞ്ചിൽ നമ്മൾ വാങ്ങും. അതിന് എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവായിട്ട് തന്നെ അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത്. ഡമ്മി ആയിട്ട് ഇതിലൂടെ ഒരു ബെൻഡ് പൈപ്പും അതുപോലെ തന്നെ ഒരു സൈലൻസറും. വണ്ടി അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വൈസർ ഹെഡ്ലൈറ്റൊക്കെ മങ്ങി, മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെളി പിടിച്ചിട്ടുണ്ട്. ചെയിൻ ഇപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കവർ അഴിക്കണം. കവർ അഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബെൻഡ് പൈപ്പും സൈലൻസറും കൂടി അഴിച്ചു കേട്ടോ. എന്താ ഡബിൾ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ബെൻഡ് പൈപ്പും സൈലൻസറും എന്തായാലും അഴിക്കണം. നല്ല കട്ട ചെളിയട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാണ് കണ്ടോ. ഈ ബ്ലാക്കിൽ കാണുന്നതൊക്കെ ചെളിയാട്ടോ. ഇത് പൊടിയും ഗ്രീസും കൂടി കയറിയതാണത്. പൊതുവേ ഇത് ഇവിടുത്തെ ഈ ചളി എങ്ങനെ ക്ലീൻ ചെയ്യുക? ബെൽറ്റ് ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണോ ക്ലീൻ ചെയ്യുക? അല്ലാണ്ട് നമുക്ക് കഴുകുമ്പോൾ പോകുന്നില്ല അല്ലേ? നമ്മൾ ഈ ചെയിൻ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ കേട്ടോ ഈ ഭാഗത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടിയൊക്കെ ചെരിച്ചിട്ട് ഓയിൽ ഫുള്ളും ചോർത്തിയെടുത്തു കേട്ടോ. നമ്മളവിടെ ക്ലീൻ ചെയ്യും ഇത്ര നേരം. ഇപ്പോൾ ഇവിടെ ഇവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ്റെ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും, ഒരു 1 hour എടുക്കും ഇത് ചെയ്യാൻ കേട്ടോ. കാരണം ക്ലീനിങ് പ്രോസസ്സ് ഉള്ളതോട്ടാണ്, അല്ലെങ്കിൽ അത്ര പണി ഉണ്ടാവില്ല. ഫിറ്റിംഗ് ഒക്കെ ഈസിയാണ്. അതെ, നല്ല രീതിയിൽ തന്നെ അഴുക്ക് വരുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് മാറിയിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനവിടെ വല്ലാണ്ട് അടുത്ത് നിൽക്കുമ്പോൾ സ്റ്റാഫിന് സ്റ്റാഫിന് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കുമ്പോൾ ഞാനൊരു തടസ്സമാവണുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ മാറിയിരുന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ടയർ അഴിക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടി റാമ്പിൽ ടയർ മാത്രം അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും.
രണ്ട് സൈഡിൽ ഊരണം കേട്ടോ, നല്ലോണം അത് താഴുള്ളൂ കണ്ടോ. അപ്പോൾ നമുക്ക് ടയർ അഴിച്ചെടുത്തു. നമ്മളത് റീഫിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. നേരത്തെ ഒരു കരി പിടിച്ച കളറായിരുന്നില്ലേ, ഇതൊക്കെ ബ്രഷ് ഇട്ടിട്ട് നമ്മൾ ഫുള്ളും ക്ലീൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയിൻ അഴിച്ചെടുക്കും. മോനും അതെ ഇവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അവനക്ക് നമ്മൾ ഈ ടീഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാമീർ റിയർ അഴിക്കുകയാണ് കേട്ടോ. റിയർ നമ്മൾ അഴിച്ചെടുത്തു. ഇനി എന്ത് ചെയ്യണം? അത് നമ്മൾ അഴിക്കുക അല്ലെങ്കിൽ ലൂസാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ സിങ്ങാമ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. ആണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിങ്ങാം മൊത്തമായിട്ട് അഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്. നമ്മൾ അഴിച്ചെടുത്ത പാർട്സൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ റീഫിറ്റ് ചെയ്യുള്ളൂ. ആ പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചളി പിടിച്ച ഞാൻ വണ്ടി ആദ്യമായിട്ടോ കാണുന്നത്. അത്രയ്ക്ക് ചളിയുണ്ട്. മഴക്കാലത്തിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഇന്നർ പാർട്സിലൊക്കെ ചളിയുണ്ട്. ക്ലീനറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ. നല്ല ചളി പിടിച്ചിട്ടുണ്ട്. പൊട്ടിക്കുകയാണ് കേട്ടോ. ബെൽറ്റ് ഇമ്പോർട്ടഡ് ആണ്. മെയ്ഡ് ഇൻ എവിടെ തനിഷ്ക? ഗേറ്റ്സ് എന്നുള്ള ബ്രാൻഡാണ്. മെയ്ഡ് ഇൻ USA അല്ലേ? USA. ഇങ്ങനെയാണ് ബെൽറ്റ് ഉള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണല്ലേ? പ്ലാസ്റ്റിക് വിത്ത് റബ്ബർ മിക്സ്. പ്ലാസ്റ്റിക് അല്ല, ഇത് പ്രത്യേക മെറ്റീരിയൽ. പക്ക പ്ലാസ്റ്റിക് അല്ല, പക്ഷെ പൊട്ടൊന്നുമില്ല അല്ലേ? പൊട്ടാത്തൊരു തരം പ്രത്യേക മെറ്റീരിയലാണ്. അതിൻ്റെ ഇടയിൽ മോള് ലൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ദാഹിക്കത്ര. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്ട്രോക്ക് അവളെ ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ പോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എം ടെക്നിക്സിൻ്റെ ആ ഒരു ബെൽറ്റിലോട്ട്. പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ടൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു ടൂളാണേ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇല്ലല്ലേ. ആസ് എ ലേഡി എന്ന എനിക്കറിയില്ല, ഇനി നിങ്ങൾ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, അതായിരിക്കും ഞാൻ പറഞ്ഞത്. ഇതൊരു ടൂളാണ് കേട്ടോ. ഈ സംഭവം ടൈറ്റ് ചെയ്യാനുള്ള സൈസിൽ വരുന്നൊരു തരം ടൂളാണ് കണ്ടോ. ഇതെങ്ങനെയാണ് ടൈറ്റിങ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡും ആ ടൂള് വെച്ച് ടൈറ്റ് ചെയ്യാനുണ്ടോ. ഓപ്പോസിറ്റ് സൈഡൊന്നും ഇങ്ങനെ ഇളക്കി വിട്ടിട്ടൊക്കെയാണ് കേട്ടോ ടൈറ്റ് ചെയ്യുന്നത്. ആ സൈഡിലൂടെ വരുന്ന ചെറിയ ചെറിയ അഴുക്ക് വരെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യണം. പാക്കിങ്ങോ? ഇനി വേറെ പാക്കിങ് വെക്കൂല്ലേ? അതൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ആ പാക്കിങ് നമ്മൾ വേറെ വയ്ക്കും. അപ്പോൾ പഴയ പാക്കിങ് ഒട്ടിപ്പിടിച്ചതൊക്കെ നമ്മൾ ചുരണ്ടി എടുക്കുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്പെയറിൽ വരുന്ന പാക്കിംഗ് ആണ് കേട്ടോ അത്. ഇത് നമ്മൾ ഇതാ കണ്ടോ, ഈ ഒരു ഷേപ്പിൽ തന്നെ ആ പാക്കിങ് വരുന്നത്. അവിടെ തന്നെ നമ്മൾ വെക്കൂട്ടോ. പാക്കിങ് നമ്മൾ വെച്ചിട്ടോ. ഒരു ഗ്രീസ് തേച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ് അല്ലേ. ഓരോ വണ്ടിക്ക് ഓരോ പാക്കിംഗ് ആണല്ലേ? ഒരേ പാക്കിങ്ങാ? എല്ലാ വണ്ടിക്കും ഒരേ ഷേപ്പ് പാക്കിങ് തന്നെ കേട്ടോ വരുന്നത്. ഇതൊക്കെ വെച്ചു കേട്ടോ.
ഇനി നമ്മൾ ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് ബാക്കിലത്തെ റിയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുള്ളൂ. ഈ വണ്ടിയുടെ സ്പോക്കറ്റൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി നല്ല വൈറ്റ് കളറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ഈ ഒരു എം ടെക്നിക്സിൻ്റെ റിയർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. നെട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെട്ടൊക്കെ ഇട്ടു കേട്ടോ, പുതിയ നെട്ടുകളാണ്. പിന്നെ നമ്മളത് മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്യാൻ പോവാണ്. പോക്കറ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൽ റിയറൊക്കെ ഫിറ്റ് ചെയ്തു, ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണ്. ബെൽ ഡ്രൈവ് ഓൾമോസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. ഇനി ടയർ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു എം ടെക്നിക്സിൻ്റെ ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 15,000 കിലോമീറ്ററിൽ ടീത്ത് മാത്രം ഒന്ന് മറിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ലൂബോ ക്ലീനറോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ശബ്ദം ഉണ്ടാവില്ല, ആ ചെയിനിൻ്റെ ഒരു കിളി എന്നുള്ള ശബ്ദം ഉണ്ടാവില്ല. പിന്നെ പെർഫോമൻസും കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ മൈലേജിലും നല്ല വ്യത്യാസങ്ങളുണ്ടാവും ഈ ബെൽ ഡ്രൈവിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ പില്ലണിൽ ഇരിക്കുന്നവർ, ഇത് കുറച്ച് വെയിറ്റ് ഹെവി ആയിട്ടുള്ളവരാണെങ്കിലും ചെയിന് പൊട്ടുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ഒരു ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ബെൽ ഡ്രൈവിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് ടയർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടയർ അതിനകത്തോട്ട് ഫിറ്റ് ചെയ്തു. ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്യുന്ന വണ്ടിയുടെ ഓണറാണ് ഈ ചേട്ടൻ. എന്ത് ചേട്ടൻ്റെ പേര്? മണിയുണ്ട്. എന്താ ചെയ്യുന്നത്? ഹിറ്റാച്ചർ ഓപ്പറേറ്ററാണ്. JCB. അപ്പോൾ ബെൽ ഡ്രൈവ് എന്താ ഫിറ്റ് ചെയ്യാൻ കാരണം? ഇവിടെ EMI ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ അറിയാം. അറിയാം. അതും കൂടി കണ്ടിട്ടാണ്. അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. വണ്ടി നന്നായി യൂസ് ചെയ്യാറ്? അതെ. 1,00,000 കിലോമീറ്ററായി. അപ്പോൾ മാറ്റി നോക്കാൻ വെച്ചിട്ടായിരുന്നു. എങ്ങനെ ഫിറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഫിറ്റിംഗ് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഷോപ്പ് എങ്ങനെയാണ് അറിഞ്ഞത്? ഷോപ്പ് വീഡിയോസ് കണ്ടിട്ട് തന്നെ. സബ്സ്ക്രൈബറാണ്. താങ്ക് യു. അപ്പോൾ പൊതുവേ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് തന്നെയാണ് ടയറും കാര്യങ്ങളൊക്കെ അതെ ഒക്കെ ചെയ്യാറ്. അതെ. അപ്പോൾ ഫോളോ അപ്പ് ഒക്കെ ആളിവിടെ വന്നിട്ട് തന്നെ ചെയ്യാറ്. പിന്നെ ആൾ ഓൾറെഡി ഒരു മെക്കാനിക് ആണല്ലോ. അതെ. അപ്പം അതിൻ്റെതായ കുറച്ച് ഫിറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്, 2 ടയർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ 2 ലക്ഷം 2 കൊല്ലത്തിനൊന്നും നോക്കണ്ട ആവശ്യമില്ല. എന്തായാലും ഇനി ഷോപ്പിലോട്ട്. ശരി. അപ്പോൾ നമ്മുടെ ബെൽ ഡ്രൈവ് ഫിറ്റിംഗ് വീഡിയോ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ആ ഓയിൽ കുറച്ച് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബെൽ ഡ്രൈവിൻ്റെ സിസ്റ്റം വരുന്നത്. ഈ ബെൽറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഫിറ്റായിട്ടുണ്ട്. ആ റിയറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ് നമുക്ക് ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പർ മീറ്റിയോറിനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബെൽ ഡ്രൈവ് സ്റ്റോക്കില്ല, എം ടെക്നിക്സിൽ സ്റ്റോക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ബെൽ ഡ്രൈവിലോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു EMI ഓപ്ഷനിലാണ് നമ്മൾ ഈ ഒരു ബെൽ ഡ്രൈവ് കസ്റ്റമറിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു EMI ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് EMI ഓപ്ഷനുള്ള ഒരേ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റപ്പാലത്തെ ഗാരേജ് 51 മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ബെൽ ഡ്രൈവിൻ്റെ യൂസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് 2 കൊല്ലം നമുക്കൊന്നും നോക്കണ്ട, ലൂബിങ്ങോ ക്ലീനിങ്ങോ. അതുപോലെ തന്നെ ഈ പില്ലിയണിലിരിക്കുന്ന ആൾ ഹെവി ആണെങ്കിലും ചെയിന് പൊട്ടുക അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല. പിന്നെ ചെയിനിൻ്റെ ശബ്ദം, അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഹൈ പെർഫോമൻസ് ആണ്, മൈലേജിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും.
അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ്, ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെൽഡ്രയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അത് എം ടെക്നിക്സിൻ്റെ തന്നെ ആകുമ്പോൾ ഇമ്പോർട്ടഡ് ആണ്, ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല, അതിൽ വാറണ്ടി ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.